ട്രിവാൻഡ്രത്തുള്ള വർക്കല ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കേരളത്തിലെ പല പ്രമുഖ ബീച്ചുകളിലും സ്ഥാപിച്ച അതേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ വീണ്ടും സ്ഥാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 3 മാസം മാത്രമാണ് ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നത്. ശക്തമായ തിരമാലകളിൽ അന്ന് കുറച്ച് പേര് കടലിലൊക്കെ വീണായിരുന്നു. ഭാഗ്യത്തിന് വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ അതിനെ കൊണ്ട് ഇപ്രാവശ്യം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ സേഫ്റ്റിയൊക്കെ കൊടുത്തുകൊണ്ടാണ്. അത്ര വലിയ തിരമാല ഒന്നും അടിച്ചാലും ഇളകി തിരിഞ്ഞ് മാറാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ പണികൾ നടക്കുന്നതാണ്. ഇനി എത്രമാത്രം ഇതിവിടെ വിജയിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. 2024 ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്. അപ്പോൾ 2025 ജസ്റ്റ് തുടക്കത്തിൽ തന്നെ ഈ സംഭവം വീണ്ടും ഒരു സ്ഥാപിക്കാൻ പോവുകയാണ്. അന്ന് 10-20ഓളം പേര് ഇതിനകത്ത് അപകടത്തിൽപ്പെട്ടതാണ്. അശാസ്ത്രീയമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ സ്ഥാപിക്കുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഇവിടെ ഞാൻ അറിഞ്ഞത് കുറച്ചുകൂടെയൊക്കെ തിരയില്ലാത്ത സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ അവർ ആ ഒരു സെയിം സ്ഥലത്ത് തന്നെയാണ്. സെയിം സ്ഥലമൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ചുകൂടെ അപ്പുറത്തെ സൈഡ് എവിടെ എങ്ങാണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഓ സ്ഥിരം എങ്ങ് എത്തി കേട്ടോ. നോക്കി അടിച്ച് പറപ്പിക്കട്ടോ. അതിനകത്തൊക്കെ ആൾ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അല്ല വർക്കലത്തെ തിര. ചില സമയത്ത് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാണല്ലോ ഭയങ്കര തിരയായിരിക്കും. കയറാനായിട്ട് ടിക്കറ്റ് എടുത്തവര് സെപ്പറേറ്റ് ഇപ്പുറത്തേക്കു, ടിക്കറ്റ് എടുക്കാത്തവര് അപ്പുറത്തേക്കു. ക്ലോസ് ചെയ്യേണ്ട സമയമായി, ഇരുട്ടി വരുന്നു. ഇപ്പൊ ക്ലോസിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് വാരി തൂവിട്ടാണ് പോയത് ആൾക്കാർ. അന്ന് ഇവിടെ ആക്സിഡന്റ് നടക്കുന്ന സമയത്തും ആൾക്കാരുണ്ടായിരുന്നല്ലേ? കയറാനായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇല്ല അന്നേരം ഇല്ല. അന്നേരം 10-30 പേരെന്തോ ഉണ്ടായിരുന്നു. അന്ന് ഇത് അവധി ദിവസമൊന്നും അല്ലേ? ഇപ്പൊ എന്താ പഠന ആവശ്യങ്ങൾക്ക് മാത്രമാണോ ഇത് വെക്കുന്നത്? ആളെ കയറ്റില്ലെന്നാണോ പറയുന്നത്? അല്ല ഇപ്പോ ആൾക്കാരെ കൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, ആൾക്കാര് വന്ന് ചുമ്മാ ചോദിച്ചോണ്ടിരിക്കും. ആൾക്കാർക്ക് ഇത് കാണുമ്പോ പെട്ടെന്ന് കയറണം തോന്നും. ആ മഞ്ഞിട്ടിരിക്കുന്നതൊക്കെ ഇതല്ലേ എന്റെ? ആഹാ ഓ ഇവിടെ ഈ ബ്രിഡ്ജ് കണ്ടിട്ട് ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചോദിക്കുവാണ് കയറാൻ പറ്റുമോ ഇല്ലേ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കണ്ടിട്ടേ. കാരണം ഇത് കണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. അവരെല്ലാം വന്ന് ഇവിടെ ഈ ബ്രിഡ്ജ് കണ്ടിട്ട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ചോദിക്കും ഓപ്പൺ ആയോ, കയറട്ടെ, ചുമ്മാ ഒന്ന് കയറിപ്പോട്ടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ കയറിപ്പോകാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇവിടെ ക്യാമറ ഇരിക്കുന്നതുണ്ടോ? ഇതൊക്കെ പോലീസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കറക്റ്റ് സ്റ്റേഷനായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസ് ഇവിടെ വരും. മുൻകരുതൽ ബോർഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ തന്നെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിനെക്കൊണ്ട് ആരെയും അങ്ങനെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. പക്ഷേ ഇപ്പോൾ പഴയതുപോലെ അല്ല കേട്ടോ. ഇവിടെ കുറച്ചുകൂടെയൊക്കെ സേഫ്റ്റി കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇത് സ്ഥാപിക്കാൻ പോകുന്നത്. ഇതൊക്കെ ഇതിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്ന കോൺക്രീറ്റ് കല്ലുകളാണ് കേട്ടോ. ഇതാ ഈ കിടക്കുന്ന ആങ്കർ ഉണ്ടല്ലോ, ഇതുപോലുള്ള 10-20 എണ്ണം, ഏകദേശം 100 സംതിങ് കിലോ വരും ഒരെണ്ണം. അപ്പോൾ ഇതുപോലുള്ളൊരു 10-20 പീസ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞതിന് ഇട്ടത് ഇതിൻ്റെയൊക്കെ ചെറിയ വിഷയങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് ഇളകി തെറിച്ച്. അതിനെക്കൊണ്ട് കൂടുതൽ സേഫ്റ്റി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വലിപ്പം കണ്ടോ, ഇത് കടലിനടിയിൽ പോയി കിടക്കാനുള്ള സാധനമാണ് ആങ്കർ. ആൾക്കാർക്ക് കയറിക്കോളാൻ വയ്യ. പക്ഷേ ഇത് പലരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആദ്യം അപകടം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കയറിക്കോട്ടെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്കാർക്ക് വിഷയമൊന്നുമില്ല കേട്ടോ. ഇത് കാണുമ്പോൾ കൊച്ചു പിള്ളേർ വരെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവർക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് എന്തോ പഠന ആവശ്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വരുന്നവരൊക്കെ കരയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു തിരയുടെ പവർ എന്താണെന്നുള്ളത്. അപ്പോൾ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് വന്നതിനെ ബാധിക്കുന്നതെന്നുള്ളത്. എന്തായാലും ഒരു പരിധി വിട്ട് ഇത് മുന്നോട്ട് പൊങ്ങൂല. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുതിയൊരു അനുഭവമായിരിക്കും ഇപ്പോൾ.
നമ്മുടെ വർക്കല ബീച്ചിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവിടെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് അതുകൊണ്ട് ഈ ചേട്ടൻ പറഞ്ഞു തരും. നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഇതെല്ലാം ഇവരെ ഈ ഒരു മേൽനോട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളത്? ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ പാരാസെല്ലിംഗ് ഉണ്ട്, പിന്നെ വന്നിട്ട് ജെസ്കി ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്, ബനാന ഉണ്ട്, ഡോണറ്റ് ഉണ്ട്. മൊത്തം 6 സംഭവമുണ്ട്. സ്റ്റാർട്ടിങ് എത്ര രൂപ തൊട്ടാണ് വരുന്നത്? 400 രൂപ. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ആൾ. ഈ ചേട്ടൻ പറഞ്ഞതാണ് ഇവിടെ വരുന്നവർ സത്യം പറഞ്ഞാൽ എല്ലാവർക്കൊന്നും അറിയത്തില്ല ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം ഇവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലായ. കമ്പനിയുടെ പേരെന്തോ? ജോയ് വാട്ടേഴ്സ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് ബട്ടൺ കെട്ടി കോൺക്രീറ്റ് കല്ലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഹാങ്കറുണ്ട്. ഇവിടെ ഈ ബലൂൺ പൊങ്ങി കിടക്കുന്ന കണ്ടില്ലേ, അതെല്ലാം ഹാങ്കർ ചെയ്തിരിക്കുന്നതാണ്. അത്രയും ശക്തമായിട്ടാണ് ഇപ്പോൾ സംഭവം ചെയ്തിരിക്കുന്നത്. കടലും കാറ്റും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അതാ ഇവിടെ ഉള്ളവരും പറയുന്നത്. എന്നാലും സാധാ ബീച്ചിൽ കൊടുത്തിരിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം ഇവിടെ നിലവിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കൊണ്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കും. എന്തായാലും ഇതെല്ലാം ട്രയലൊക്കെ നോക്കി എല്ലാം വ്യക്തമായി റെഡി ആയതിനു ശേഷം മാത്രമേ ഇവർ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ വരുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് ഇതിലൊന്ന് കയറണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ ചില സമയങ്ങളിൽ ഇവിടെ വർക്കല ഒരു ബീച്ചിൽ തിര ഭയങ്കരമായിട്ട് അടിക്കും. അങ്ങനെ ഒരു ചെറിയ വിഷയമുണ്ട് ഇവിടെ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ശക്തമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സൂര്യാസ്തമനം നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ വർക്കല ബീച്ച് നല്ല തിരക്കിലോട്ട് കിടക്കുകയാണ്. സ്കൂളൊക്കെ അടച്ചല്ലോ, അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളീ കാണുന്നത്. ഈ ഒരു ടൈമിൽ തന്നെയാണ് ഈ ബ്രിഡ്ജ് അവർ റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ തിരക്ക് പവർ കൂടിയിട്ടുണ്ടെന്നോ നേരത്തെ കാട്ടി. നല്ല ശക്തിയായിട്ട് തിര അടിക്കുന്ന ടൈമാണ് വൈകുന്നേരം. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യും. കാരണം ഈ ആങ്കറൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്ന നീന്തുന്നതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും.
ബീച്ചിലേക്ക് ഇറങ്ങിയവരെയൊക്കെ വന്നിട്ട് നമ്മുടെ ലൈഫ് ഗാർഡുകൾ വോട്ടിങ്ങാണ്. നേരത്തെ ഉള്ളതിനേക്കാൾ ശക്തമായ തിരമാല അടിക്കുന്നുണ്ട്. അതിനെക്കൊണ്ട് ആരെടുത്തും കടലിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ലൈഫ് ഗാർഡ് വിസിലടിച്ച് വരുവാണ്. വർക്കല ബീച്ചിൽ ഈ ഒരു ടൈം കഴിഞ്ഞാൽ ഭയങ്കര തിരയാണ്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ശക്തമായിട്ടുള്ള ഒരു വേലിയേറ്റം കണക്ക് ഭയങ്കര പവറാണ്. ഏകദേശം ഒരു 6-6:30 മണി വരെ നമുക്ക് ബീച്ചിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കാം, വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈമിന് ശേഷം എല്ലാ സമയത്തും കൂടെ വിഷയമാണ്. ഇതൊന്നും അറിയാതെ കുറേ പേര് കടലിലോട്ട് ഇറങ്ങുന്നവരൊക്കെ അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.